പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ വർഷവും കൊറോണ സാഹചര്യത്തിൽ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് സെഷൻ തുടങ്ങുകയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ തന്നിരിക്കുന്ന നോട്ട്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ക്ലാസ് സീരീസാണ്. ഒന്നാമത്തെ ഭാഗം തുടങ്ങി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ടെക്സ്റ്റ് ബുക്കിലെ അത്ര എലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഫോക്കസ് ഏരിയ നോട്ടിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പുറത്തേക്കുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, എന്ന ചാപ്റ്ററിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, കോർഡിനേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോർഡിനേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം. According to Mary Parker Follett, management is the art of getting things done through others. മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്ന വളരെ വിദഗ്ധ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് മാനേജ്മെൻറ്റിനെ പറയുന്നത് ഇറ്റ്സ് ആർട്ട്, ഇതൊരു കലയാണ്, ഇതൊരു ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന കലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്നത്. Management is the process of planning, organizing, directing and controlling activities of and using the resources of an organization for accomplishing the organizational goals efficiently and effectively in an ever-changing environment. Okay, ഇപ്പോൾ നമ്മൾ മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞു ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞു, കാര്യങ്ങൾ നേടിയെടുക്കുന്നു. എന്ത് കാര്യങ്ങളാണ്? ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് പറയുന്ന കാര്യം, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഒന്നാം വർഷ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ബിസിനസ്സിൻ്റെ ഗോൾസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വിവിധങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പിന്നെ ഗ്രോത്ത്, മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് വേറെയും ഒരുപാട് സബ്സിഡറി ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. എനിവേ, എല്ലാ ഗോളും നേടിയെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് അവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന കലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിരുത്തി പഠിക്കേണ്ട വേറൊരു ഡെഫിനിഷൻ കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പറയാം. ആ ഡെഫിനിഷൻ നമുക്ക് മാനേജ്മെൻറ്റിന് തന്നിരിക്കുന്നത് ഹെൻറി ഫെയോൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തെയും നമ്മൾ വിശദമായി തന്നെ ഈ രണ്ടാം വർഷ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, to organize, to command and to coordinate and control. Okay, ഹെൻറി ഫെയോൾ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. മാനേജ്മെൻറ്റിൻ്റെ വിവിധ ഫങ്ഷനിലൂടെ കാര്യം കടന്നു പോയിക്കൊണ്ടാണ് ഹെൻറി ഫെയോൾ മാനേജ്മെൻറ്റിനെ നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതായാലും മാനേജ്മെൻറ്റിൻ്റെ ഈ രണ്ട് ഡെഫിനിഷനിലും മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷനിലാണെങ്കിലും ഹെൻറി ഫെയോളിൻ്റെ ഡെഫിനിഷനിലാണെങ്കിലും മാനേജ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ് ഈ ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ അക്കോംപ്ലിഷിങ് ദി ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷണൽ ഗോൾ അക്കോംപ്ലിഷ് ചെയ്യുക, നേടിയെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ ഒരു ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനം, ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്, ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനമാണ്.
Management always aims at achieving the organizational objectives. Okay, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മാനേജ്മെന്റ് ഓൾവേസ് എയിംസ് അറ്റ് അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് എപ്പോഴും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക, അത് അച്ചീവ് ചെയ്യുക എന്ന അതാണ് ലക്ഷ്യം വെക്കുന്നത്. എക്സാമ്പിൾ, സെറ്റ് എ പ്രോഫിറ്റ് ടാർഗറ്റ് ഓഫ് ₹20 lakh ദിസ് ഇയർ. ഈ വർഷം 20 ലക്ഷം രൂപ ലാഭമുണ്ടാക്കണം. അതാണ് ആ സ്ഥാപനം വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം എന്ന് വിചാരിക്കാം. മാനേജ്മെന്റ് അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വിവിധങ്ങളായ കാര്യങ്ങൾ വേണം. ഇപ്പോൾ 20 ലക്ഷം രൂപ ലാഭമുണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പം അത്രയും ലാഭം ഉണ്ടാക്കണമെങ്കിൽ സെയിൽസ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ പർച്ചേസസ് ആവശ്യമാണ്. അതേപോലെ അതിനാവശ്യമായ ഉപകരണങ്ങൾ, അതിനാവശ്യമായ തൊഴിലാളികൾ എല്ലാം വേണം. അതേസമയം അതൊന്നും ചെലവ് പരിധി വിട്ടു പോകാനും പാടില്ല. ഇങ്ങനെ ചെലവും വരുമാനവും തമ്മിലുള്ള പ്ലാനിങ്ങിലൂടെ മാത്രമാണ് 20 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ലക്ഷ്യം നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് മാനേജർ ലീഡ് ടു ദി അച്ചീവ്മെന്റ് ഓഫ് ദീസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ പ്ലാനിങ്, ഈ എല്ലാ ഘടകം പ്ലാൻ ചെയ്യണം. അതിന് വേണ്ട മെറ്റീരിയൽ, മെഷീനറി, റിസോഴ്സസ്, തൊഴിലാളികളെല്ലാം സംഘടിപ്പിക്കണം. തൊഴിലാളികൾക്ക് ആവശ്യമായ റിക്രൂട്ട്മെന്റ് കൊടുക്കണം, അല്ലെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ അവരെ നിയന്ത്രിച്ച് നിർത്തണം. ഇത്രയും കാര്യങ്ങളിലൂടെ പോകുമ്പോഴാണ് അതൊരു ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനം ആയി മാറുന്നത്. ഓക്കെ, ഇനി മാനേജ്മെന്റിന്റെ വേറൊരു സ്വഭാവമാണ് മാനേജ്മെന്റ് ഇസ് പെർവേസീവ് എന്ന എവ്രിവെയർ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ സ്ഥലത്തും ഉണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ, സർവ്വവ്യാപിയാണ്. എല്ലാ സ്ഥലത്തും മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഫിനോമിന അല്ലെങ്കിൽ ഈ പ്രതിഭാസം യൂണിവേഴ്സല്ലേ. ലോകത്തിൻ്റെ എവിടെ എടുത്തു നോക്കിയാലും, ഏത് ജീവിത മേഖലകൾ എടുത്തു നോക്കിയാലും നമുക്ക് ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഇസ് പെർവേസീവ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഇസ് എ യൂണിവേഴ്സൽ ഫിനോമിന. Management is necessary for all the organizations irrespective of its size, nature and functions. ഇത് വളരെ വലിയ സ്ഥാപനമാവട്ടെ, ചെറിയ സ്ഥാപനമാവട്ടെ, അതൊന്നും, അതേപോലെ ബിസിനസ്, ഏത് തരം ബിസിനസ് ആവട്ടെ, ഏത് തരം പ്രവർത്തനമാവട്ടെ, അവിടെയൊക്കെ മാനേജ്മെന്റ് ആവശ്യമാണ്. കാര്യങ്ങൾ നിയന്ത്രിച്ച് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അപ്പം ഏത് തരം സ്ഥാപനമാവട്ടെ, വലുതോ ചെറുതോ, ഏത് തരം ബിസിനസ്സോ ആവട്ടെ, ലാഭത്തിന് വേണ്ടിയുള്ള ബിസിനസ് ഉണ്ട്, സോഷ്യൽ സർവീസ് കൊടുക്കാൻ വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ മാനേജ്മെന്റ് ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ബിസിനസ്, ഫാമിലി, പൊളിറ്റിക്സ് എക്സെട്ര. ഇനി നമ്മൾ ബിസിനസ്സിൻ്റെ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് ഫാമിലിയിലേക്ക് വന്നാൽ അവിടെയും ഫാമിലി മാറ്റേഴ്സൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി എന്ന് പറയുന്നത് വരുമാനം, ആ വരുമാനം ഉപയോഗിച്ച് ചെലവ് നടത്തണം. അതേപോലെയുള്ള വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻസ്, അവിടെയൊക്കെ മാനേജ്മെന്റിന് സാധ്യതകളുണ്ട്. പിന്നൊന്ന് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും നന്നായി സാഹചര്യങ്ങളെ മാനേജ് ചെയ്ത ആൾക്കാരാണ് വിജയിച്ചു മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇസ് പെർവേസീവ്. ഓക്കെ, ഇതും മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ഓറിയന്റഡ് ആണ്. ആ ഗോൾ നേടിയെടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അടുത്ത വർഷവും ഇത്ര തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓർ നെവർ എൻഡിങ്, അവസാനിക്കാതെ മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് മാനേജ്മെന്റ്. Management functions like planning, organizing, staffing, directing and controlling are performed by all managers on a continuous basis. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഏറ്റവും ചുരുക്കി പോസ്റ്റ് സി എന്ന വാക്കിലൂടെ നമ്മളത് ക്രമത്തിൽ പഠിക്കുന്നു. പി പ്ലാനിങ്, ഒ ഓർഗനൈസിങ്,
എസ് സ്റ്റാഫിംഗ്, ഡി ഡയറക്റ്റിംഗ് ആൻഡ് സി കൺട്രോളിങ്. അതിനെ നമ്മൾ ഏറ്റവും ഇത് ഈ ക്രമത്തിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓർഡർ തെറ്റാതിരിക്കാൻ നമ്മൾ പോസ്റ്റ് സി എന്നൊരു വാക്കിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. എല്ലാ മാനേജേഴ്സും ഈ ഒരു ക്രമത്തിലാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നു, അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നു, അത് തൊഴിലാളികളിലൂടെ നടപ്പിലാക്കുന്നു, അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് ആണ്, ഇതിനൊരു അവസാനമില്ലാതെ പോകുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. Management consists of number of persons who work as a group. ഒരുപാട് വ്യക്തികൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്നൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളാണ്. ഹു വർക്ക് ആസ് എ ഗ്രൂപ്പ്, ഒരു വ്യക്തികൾ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരാണ്. മാനേജ്മെന്റ് ഫങ്ഷൻസ് കനോട്ട് ബി പെർഫോംഡ് ഇൻ ഐസൊലേഷൻ. ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാനേജ്മെന്റ് ആവില്ല. ഓക്കെ, ഈച്ച് ഇൻഡിവിജ്വൽ പെർഫോംസ് ഹിസ് റോൾ at his department and their efforts are directed towards a common goal. ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതിലുള്ള വിവിധങ്ങളായ വ്യക്തികളും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് മാനേജ്മെന്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ഒന്നിലേറെ വ്യക്തികൾ. നമ്മൾ പറഞ്ഞു മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ, അപ്പം മറ്റുള്ളവരും വേണം, ഈ നടത്തുന്ന വ്യക്തിയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല, അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫങ്ഷൻ. Dynamic means ever changing. Okay, management is a dynamic function. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം മാറ്റമില്ലാത്തത് എന്തിനാണ്? മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാത്തതുള്ളൂ. Okay, management has to make change in goal, objectives and other activities according to changes taking place in the environment. എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാറ്റുന്നു, അത് നേടാനുള്ള ആക്ടിവിറ്റീസ് ഇങ്ങനെ മാറ്റി ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എവർ ചേഞ്ചിങ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യം എന്ന് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം 20 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു സാഹചര്യം മാറി. അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ 20 ലക്ഷം എന്ന് പറയുന്ന ലക്ഷ്യം ഒരു പക്ഷേ കൂടുതലാക്കുകയോ കുറവാക്കുകയോ ചെയ്യേണ്ടി, അനുകൂലമായൊരു സാഹചര്യമാണ് വന്നതെങ്കിൽ നമ്മൾ ആ ലക്ഷ്യം ഒന്നുകൂടി ഉയർത്തി വെക്കുന്നു 30 ലക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക്. അതല്ല, സാഹചര്യം നമ്മുടെ സ്ഥാപനത്തിന് വളരെ പ്രതികൂലമായാണ് ബാധിക്കുന്നത് എങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തെ നമ്മൾ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി പഠിച്ച് മാറ്റി, വേണ്ട നമുക്ക് ഈ വർഷം 10 ലക്ഷം എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കാണ് വെക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ നമുക്ക് മാൻ പവർ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല, റിസോഴ്സ് കിട്ടുന്നില്ല, അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ നമ്മൾ, അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ഫങ്ഷനാണ്. ഒരു കാര്യം നമ്മൾ ലക്ഷ്യം വെച്ചു, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇതല്ല ലക്ഷ്യം വേണ്ടത്, ഇത് ഉയർത്തുകയോ മാറ്റുകയോ ഒക്കെ വേണം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷന് കൂടിയാണ്. ഓക്കെ, മാനേജ്മെന്റ് ഹാസ് ടു മേക്ക് ചേഞ്ച് ഇൻ ഗോൾ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ലക്ഷ്യം മാറുന്നു, ഗോൾ എന്ന് പറയുന്ന ഗോളും ഒബ്ജക്റ്റീവും നമ്മൾ ലക്ഷ്യം എന്നതിന് മാറി മാറി ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും ഗോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ ലക്ഷ്യം നേടുക എന്നതിനെ അനുബന്ധിച്ച് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഗോൾ എന്ന് പറയുന്നത് ഒരു വിശാലമായ ബ്രോഡ് കൺസെപ്റ്റാണ്. കമ്പാരിറ്റീവ്ലി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള ഒരു കുറച്ചുകൂടി താരതമ്യേന ചെറിയ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ്
എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. തൊട്ടറിയാൻ സാധിക്കില്ല. മാനേജ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ മാനേജ്മെന്റ് നമുക്ക് ടച്ച് ചെയ്തറിയാൻ സാധിക്കില്ല. നമ്മൾ സർവീസിനൊക്കെ പറഞ്ഞല്ലേ, അതേപോലെ ഇതും ഒരു സർവീസാണ്. അതെ, മാനേജ്മെന്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് വെൻ ടാർഗറ്റ് ആർ അച്ചീവ്ഡ് അക്കോർഡിംഗ് ടു പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ അവിടെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതേസമയം ആ കാര്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ മാനേജ്മെന്റ് ഉണ്ടോ ആയിരുന്നില്ല, നല്ലൊരു മാനേജ്മെന്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാവും. സോ പ്രസൻസ് ഓഫ് മാനേജ്മെന്റ് ക്യാൻ ബി ഫെൽറ്റ് ബട്ട് ഇത് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കില്ല, തൊട്ടറിയാൻ സാധിക്കില്ല. Okay, and efficiency of management of an organization can be felt in the form of high profit, disciplined staff, etc. അപ്പോൾ ഒരു ബിസിനസ്സിലെ മാനേജ്മെന്റിനെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾ അറിയുന്നത് എങ്ങനെയാണ്? ആ ബിസിനസ്സിന്റെ കൂടിയ ലാഭം, വളർച്ച, തൊഴിലാളികളുടെ ഇടയിലുള്ള അച്ചടക്കം പോലുള്ള പല കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷനലാണ്. വിവിധ വശങ്ങളുണ്ട്, ഒരു സൈഡഡ് മാത്രമല്ല അതിന് വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് 3 മെയിൻ ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെന്റ് വ്യക്തികളെ മാനേജ് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ വർക്കും. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ ഇൻഡസ്ട്രിയെ ഒക്കെ നമ്മൾ പ്രൊഡക്ഷൻ പോലുള്ള അത്തരം പ്രവർത്തനങ്ങൾ ഓപ്പറേഷനെയും മാനേജ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്. All organizations are engaged in doing some work in order to accomplish some task. ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പം നേച്ചർ ഓഫ് വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ബിസിനസ്. അപ്പോൾ ആ ബിസിനസ് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് എന്നതിനനുസരിച്ചാണ് അവിടെ മാനേജ്മെന്റിന്റെ വർക്ക് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇൻ എ സ്കൂൾ വർക്ക് ഈസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിലാണെങ്കിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്കിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് മാനേജേഴ്സ് ദീസ് വർക്ക് ടു അക്കംപ്ലിഷ് ഡിസയേർഡ് റിസൾട്ട്. അപ്പോൾ ഇവിടുത്തെയൊക്കെ ഗോൾ വ്യത്യാസമാണ്. സ്കൂളിൻ്റെ ഗോൾ എന്തായിരിക്കും? മാക്സിമം കുട്ടികൾക്ക് മാക്സിമം മാർക്കുകൾ അല്ലെങ്കിൽ നല്ല നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുക, നല്ല വിദ്യാർത്ഥികളായി പുറത്തേക്ക് പോകുന്നൊരവസരം. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ രോഗികൾക്ക് എല്ലാ അസുഖങ്ങളും മാറി നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യം. ഇൻഡസ്ട്രിയിലാണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഒന്നിൻ്റെ വർക്ക് മറ്റൊന്നിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. എനിവേ, എല്ലാ വർക്കും അവരവരുടെ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് വർക്ക് മാനേജ് ചെയ്തിരിക്കണം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെൻറ്റ് നമ്മൾ മേരി പാർക്കറ്റ് ഫോളറ്റിൻ്റെ ഡെഫിനിഷൻ അതേപോലെ തന്നെ ഫെയോൾ പറഞ്ഞിരിക്കുന്നതിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടുകയാണ്. സോ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് പീപ്പിൾ. വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ വ്യക്തികളെ മാനേജ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ്. ഓക്കെ, ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ വിൻ ഓവർ ഇറ്റ് competitor with efficient human resources only because two organizations can have same physical, technological, financial resources but not human resources. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനെ വെല്ലാൻ പ്രാപ്തമാകുന്നത് അല്ലെങ്കിൽ അവിടെ അവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് രണ്ട് സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് തൊഴിലാളികൾ പീപ്പിൾ മാറുമ്പോഴാണ്. ഏതൊരു രണ്ട് സ്ഥാപനം എടുത്തു നോക്കുകയാണെങ്കിലും ഭൗതിക സാഹചര്യം, സാങ്കേതിക സാഹചര്യം, സാമ്പത്തികം, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ രണ്ട് സ്ഥാപനമാവുന്ന സമയത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ഹ്യൂമൻ റിസോഴ്സസ് ആണ്, തൊഴിലാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, മാനേജിങ് ദ പീപ്പിൾ,
ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ആൻഡ് സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെന്റ് ഒരു പ്രധാന ഡയമെൻഷനാണ് എന്ത്? മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. Okay, then next management of operation. Management of operation refers to management of production process. ഉൽപാദന രീതികൾ കാര്യങ്ങളെ ആണ് പറയുന്നത് ഓപ്പറേഷൻസ് ഇൻ കേസ് ഓഫ് എൻ ഇൻഡസ്ട്രി ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലും ആണെങ്കിൽ പ്രൊഡക്ഷൻ രീതികൾ, ട്രേഡിങ്ങിലാണ് എങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ്. അതേപോലെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് അല്ല ലക്ഷ്യം, വിദ്യാഭ്യാസ സ്ഥാപനം, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നതും അവിടെയൊന്നും പ്രോഫിറ്റ് അല്ല ലക്ഷ്യം, എങ്കിലും അവിടെയും അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാനേജ്മെന്റിന്റെ പറയുന്നത്. ഓക്കെ, ഈ മാനേജ്മെന്റിന്റെ നമ്മളെ ഡയമെൻഷൻ മൾട്ടി ഡയമെൻഷനിലാണ് എന്ന് പറയുന്നതിന് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. അവിടെ നോക്കൂ, മാനേജ്മെന്റ് ഓഫ് വർക്ക് പ്ലാനിങ്, ഓർഗനൈസേഷൻ, വർക്ക്, അതായത് എല്ലാം പ്ലാൻ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് സി എന്ന് പറയുന്ന ഫങ്ഷൻസ്. ദെൻ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, നല്ല ആൾക്കാരെ സ്റ്റാഫിംഗ്, എന്താണ് സ്റ്റാഫിംഗ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ പഠിക്കും. എങ്കിലും വേണ്ട തൊഴിലാളികളെ നിയമിച്ച് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ, അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ പോസിബിൾ ആവുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ, ഇൻഡസ്ട്രി ആവട്ടെ, ട്രേഡിംഗ് കൺസേൺ ആവട്ടെ, പ്രൊഡക്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് സെയിൽസ് നടത്തുന്നു. ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ പ്രൊഡക്ഷനും സെയിലും മാത്രം. എനിവേ അവിടെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് അതിൻ്റെ ഓർഗനൈസേഷണൽ ഗോൾ നേടിയെടുക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ്